ത്തിക്കോട് വെടിക്കെട്ടുപുര അപകടത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ 24-നോട് പറഞ്ഞു. പൊട്ടിത്തെറിയിൽ സംശയിക്കത്തക്കതായി ഇപ്പോൾ ഒന്നും പറയാനാവില്ല. പൂരം നടക്കുന്ന കാര്യത്തിൽ മന്ത്രിമാർ പങ്കെടുക്കുന്ന യോഗത്തിൽ തീരുമാനമുണ്ടാകുമെന്നും റവാഡ ചന്ദ്രശേഖർ വ്യക്തമാക്കി. എസ് വിനേഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് പാറമേക്കാവ് പറയുന്ന അവർ വെടിക്കെട്ട് നടത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ സാർ ഇന്നലെ സന്ദർശിച്ചതാണല്ലോ അവിടെ, എന്താണ് അഭിപ്രായം? അവിടുത്തെ ഇന്ന് മന്ത്രി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, അത് തീരുമാനിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ. പിന്നെ ഈ പാറമേക്കാവിന്റെ കുറേ സ്ഫോടക വസ്തുക്കൾ, അതായത് ഈ എക്സ്പ്ലോസീവ്സ് പിടികൂടിയിട്ടുണ്ട് പാലക്കാട് നിന്ന്. അത് ഇല്ലീഗലാണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനിടയ്ക്കാണ് അവർ വെടിക്കെട്ട് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നത്തെ മീറ്റിംഗിൽ അതിന്റെ നിയമപരമായ കാര്യങ്ങൾ നടക്കും അതുപോലെ തന്നെ. പക്ഷേ ഇന്നത്തെ മീറ്റിംഗിൽ അവർ തീരുമാനിക്കും. ഇതിലൊരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ ഇതിനകത്ത്? ഈ പോലീസിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ ഈ ഒരു ബ്ലാസ്റ്റിന്? തീർച്ചയായിട്ടും നമ്മൾ നോക്കണം, എത്ര കാര്യങ്ങൾ പരിശോധനകളാണ്. കാരണം വൻ ഒരു സംഭവമാണിത്. തീർച്ചയായും നമ്മൾ നോക്കിയിട്ട് അതിന്റെ ആവശ്യമുള്ള ചെയ്യുന്നില്ല. ഒരു 1950 ശേഷം ഇതുപോലെ തൃശ്ശൂർ പൂരത്തിനിടയ്ക്ക് പല പ്രാവശ്യം ഇതുപോലെ തന്നെ സ്ഫോടനം ഉണ്ടാവുകയും നിരവധി ആളുകൾ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയെങ്കിലും ഇത് കൺട്രോൾ ചെയ്യപ്പെടേണ്ടതല്ല, അങ്ങനെ തോന്നിയിട്ടില്ലേ? തീർച്ചയായിട്ടും ജനപങ്കാളിത്തത്തോടും ഭരണകൂട്ടവും അതുപോലെ തന്നെ സംഘാടകരായിട്ട് എല്ലാവരും ഒന്നിച്ച് നമ്മുടെ സുരക്ഷ വർദ്ധിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു പരിശോധന നടത്തേണ്ടതല്ല ഇത്തരം സ്ഥലങ്ങളിൽ? ഇങ്ങനെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ഈ എക്സ്പ്ലോസീവ് ലൈസൻസ് എല്ലാം കൃത്യമായി പരിശോധിക്കുന്ന കാര്യത്തിലെല്ലാം വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ കൃത്യമായ ഒരു പരിശോധന നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ സാർക്ക്? തീർച്ചയായിട്ടും നമ്മൾ അതിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ നമ്മുടെ നിയമത്തിന്റെ പാലന വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഏതൊരു എൻക്വയറി ഉണ്ടല്ലോ, അതിൽ കാര്യം നടക്കുന്നുണ്ടായിരുന്നു. സാർ ഇന്നലെ അവിടെ സന്ദർശിച്ചപ്പോൾ എന്ത് തോന്നിയ? ഇത് ഒരു മേജറായിട്ടുള്ള ഒരു ആക്സിഡന്റ് ആണ്. അതിന്റെ എങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തിന് നമ്മൾ ഇനി അതിന് കുറച്ചുകൂടെ ഫോറൻസിക് എക്സാമിനേഷനും ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നില്ല? തീർച്ചയായും നടക്കുന്നുണ്ട്. അതിന്റെ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ ഉള്ളത് കൊണ്ട് സംശയം തോന്നിയിട്ടുണ്ടോ? സംശയ സാഹചര്യം ഉണ്ടോ ഈ ഒരു ബ്ലാസ്റ്റിൽ? പറയാൻ സാധ്യതയില്ല. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ഞങ്ങളുടെ പ്രതിനിധി എസ് വിനേഷ് കുമാറുമായി സംസാരിക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.